ഹായ് ഫ്രണ്ട്സ്, മീ മൈസെൽഫ് ആതിര. ലോക്ക്ഡൗൺ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എൻ്റെ മൈക്രോഫോണും മറ്റു സാമഗ്രികളൊക്കെ വീട്ടിലായിപ്പോയി. അപ്പോൾ എന്തായാലും എന്തെങ്കിലും സൗണ്ടിൻ്റെ പ്രോബ്ലം തോന്നുവാണെങ്കിൽ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. എന്തായാലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ സോറി, അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി, അതുകൊണ്ടാണ്. എനിവേ, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ. Today we are going to deal with Dhoni theory by Ananda Varthana. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഈ വീഡിയോയുടെ അവസാനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Hi friends, me myself Adra. Today we are going to deal with Dhoni theory by Ananda Varthana or Ananda Varthana. First of all, I want to give you an idea about the word Dhoni, the literal meaning of the word Dhoni. Dhoni means a sound or an echo. A sound or an echo. ഒരു ശബ്ദം അല്ലെങ്കിൽ എന്താണ് ഒരു പ്രതിധ്വനി എന്നുള്ള മീനിങ് ആണ്. എന്താണ് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്, ഏതിൻ്റെ ധ്വനി എന്ന് പറയുന്ന വേർഡിൻ്റെ. Then Dhoni as a theory. If you consider Dhoni as a theory, who founded the theory of Dhoni? ധ്വനി തിയറി ഫൗണ്ട് ചെയ്ത അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ധ്വനി തിയറി എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയണ്ടേ. അതാണ് none other than Ananda Varthana or Ananda Varthana, who founded the theory of Dhoni. അപ്പം ധ്വനി തിയറി ഫൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണ്? അനന്തവർത്തനയാണ്, അല്ലെങ്കിൽ ആനന്ദവർത്തന എന്നും പറയാം. ഓക്കെ. എനിവേ, in his work Dhanyaloka, he discussed about the theory of ധ്വനി. ധ്വനി തിയറി അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ ധ്വന്യലോക എന്ന് പറയുന്ന ബുക്കിലാണ്. ക്ലിയർ ആയല്ലോ. ദെൻ വാട്ട് ഈസ് ധ്വനി ആസ് എ തിയറി? ഒരു തിയറി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇൻ അവർ കൺസേൺ നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും എന്താ ധ്വനി എന്ന് പറയുന്നത്? ദർ ആർ ഡിഫറെൻറ്റ് സ്കൂൾസ് ഇൻ ഇന്ത്യൻ എസ്തെറ്റിക്സ്. ഇന്ത്യൻ എസ്തെറ്റിക്സിൽ ഡിഫറെൻറ്റ് സ്കൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഋതി, ഗുണ, അലങ്കാര, ദെൻ വാട്ട് എൽസ്, രസ, വക്രോക്തി, ഔചിത്യ. ദെൻ ധ്വനി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്കൂൾസ് ഇൻ ഇന്ത്യൻ എസ്തെറ്റിക്സ്. ഓക്കെ. ദെൻ ധ്വനി is a suggestive meaning. ധ്വനി is a suggestion, a suggestive meaning of a work. എന്താ ധ്വനി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇന്നർ മീനിങ് ഉണ്ടെന്ന് നമ്മൾ പറയില്ലേ? ആ ലിറ്ററൽ മീനിങ് അല്ല, അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനെയാണ് എന്ന് പറയുന്നത് ധ്വനി എന്ന് പറയുന്നത്. ധ്വനി എന്ന് പറയുന്നത് ഇന്നർ മീനിങ്, അല്ലെങ്കിൽ ആ ഹിഡൻ മീനിങ്, അല്ലെങ്കിൽ എന്താണ് ഇൻഡയറക്റ്റ് മീനിങ് എന്നൊക്കെ പറയാം. ഇൻഡയറക്റ്റ്, ഹിഡൻ, ഇന്നർ മീനിങ്ങിനെ ഒരു പോമിലുള്ള ഇന്നർ മീനിങ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സജസ്റ്റീവ് മീനിങ്, ദ സജസ്റ്റഡ് തിങ്, അതിനാണ് എന്ത് പറയുന്നത്? ധ്വനി എന്ന് പറയുന്നത്. അപ്പം ധ്വനി എന്ന് പറയുന്ന ഐഡിയ ക്ലിയർ ആയല്ലോ. ധ്വനി ആസ് എ തിയറി. ദ മീനിങ് ഓഫ് ദ വേർഡ് ധ്വനി എന്ന് പറയുന്നത് ഇതാണ്. ലിറ്ററൽ മീനിങ് അല്ല പറയുന്നത്. ധ്വനി തിയറി അല്ലെ, ധ്വനി എന്ന് പറയുന്നത് എന്താണ്? ധ്വനി മേ ബി എ വർക്ക്, ഒരു വർക്ക് ഇറ്റ് സെൽഫ് മേ ബി എ ധ്വനി. അല്ല, ആ വർക്ക് തന്നെ ചിലപ്പോൾ എന്താണ് ഒരു ഇന്നർ മീനിങ് അത് സജസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഒരു എ പോയം ഇറ്റ്സെൽഫ് എ ധ്വനി. ഒരു പോം തന്നെ ധ്വനിയാവാം. മേ ബി എ വേർഡ് ഇൻ എ വർക്ക്, ഒരു പൊയറ്റിക്കൽ വർക്കിൻ്റെ ഒരു ഒരു പോയട്രിയിലെ ഒരു പോമിലെ ആ ഒരു വേർഡ് ആയിരിക്കാം ചിലപ്പോൾ എന്താണ് ഒരു മീനിങ് തരുന്നത്, ഒരു ഇന്നർ മീനിങ് തരുന്നത്. ദെൻ ദ വേർഡ് ഇറ്റ്സെൽഫ് എ ധ്വനി. ആ വേർഡ് ഒരു ധ്വനിയാവാം. സംടൈംസ് ദ മീനിങ് ഇറ്റ്സെൽഫ് എ ധ്വനി. ഒരു മീനിങ്ങോ അല്ലെങ്കിൽ വേർഡോ അല്ലെങ്കിൽ എന്താണ് ഒരു അതിലുള്ളൊരു an ഐഡിയ ക്യാൻ ബി എ ധ്വനി. ഇപ്പോൾ ഒരു വർക്കിലുള്ള ആ വർക്ക് ഇറ്റ് സെൽഫ്, ദ ഹോൾ വർക്ക് ഇറ്റ് സെൽഫ് മേ ബി എ ധ്വനി. ആ ഹോൾ വർക്കിനെ നമുക്ക് ധ്വനിയായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ എന്താണ് അതിലുള്ളൊരു വേർഡ് ആവാം ധ്വനി, അല്ലെങ്കിൽ എന്താണ് അതിലുള്ളൊരു ഐഡിയ ആവാം. അപ്പം അതിനെ എന്ന് വെച്ചാൽ അവിടെ ഒരു ഹിഡൻ മീനിങ് അല്ലെങ്കിൽ ഇന്നർ മീനിങ്, ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഉള്ള എന്തിനേയും നമുക്ക് എന്താണ് ധ്വനി എന്ന് വിളിക്കാം. ധ്വനി മേ ബി എ വേർഡ്, എ വർക്ക് ഓർ എൻ ഐഡിയ. ഒരു ഐഡിയോ വർക്കോ എന്തും എന്താണ് ധ്വനി ആ ഒരു വർക്കിലുള്ള. ദ ഹോൾ വർക്ക് മേ ബി കൺസിഡർ ആസ് എ ധ്വനി. ഒരു ഹോൾ വർക്കിനെ നമുക്ക് ധ്വനി എന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, before going to the idea of ധ്വനി in detail, we need to know two concepts. നമ്മൾ രണ്ട് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാന്ന് വെച്ചാൽ വാക്യാർത്ഥ ആൻഡ് വ്യംഗ്യാർത്ഥ. വാക്യാർത്ഥ ആൻഡ് വ്യംഗ്യാർത്ഥ. Then what is വാക്യാർത്ഥ? The word itself says its meaning. അല്ല, ആ വേർഡിൽ തന്നെ എൻ്റെ മീനിങ് ആണ്. വാക്യാർത്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്ററൽ മീനിങ് ഓഫ് ദ
work. A little meaning of the word. A little meaning ആണ് എന്താ പറയുന്നത്, വാക്യാർത്ഥ എന്ന് പറയുന്നത്. That's a direct meaning, expressed meaning, direct meaning or expressed meaning എന്നൊക്കെ നമുക്ക് പറയാം. Okay, we can say it as a conventional meaning. വാക്യാർത്ഥ means conventional meaning, direct meaning, or little meaning, or expressed meaning. Then Vengyartha. Vengyartha means എന്താണ്, evoked meaning, indirect meaning, then suggested meaning. Vengyartha means എന്താണ്, evoked meaning, direct meaning, suggest meaning. Okay. Dhoni is come under the category of വാക്യാർത്ഥ or Vengyartha. വാക്യാർത്ഥ അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥ ഏത് കാറ്റഗറിയിൽ വരും ധ്വനി? നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് ഏതിലാണ് വരുന്നത്? വ്യംഗ്യാർത്ഥ അല്ലെ, ഒരു ഇൻഡയറക്റ്റ് മീനിങ് ആണ് ധ്വനി, അല്ലെ ഒരു സജസ്റ്റഡ് മീനിങ് ആണ് ധ്വനി, എന്താണ് ഒരു ഹിഡൻ മീനിങ് ആണ് ധ്വനി. ഓക്കെ, forgot to tell you something about Anandavartana. We do not have more information about him, but he was lived during 9th century, and what else? He was a Kashmiri poet. He was a Kashmiri poet and lived during 9th century. Then what else? The word Dhoni is firstly used in Atharva Veda. The word Dhoni is firstly used in Atharva Veda. ഈ പോയിന്റ്സ് എല്ലാം ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ മേ ബി എന്താണ്, മേ ബി ദീസ് പോയിന്റ്സ് മേ ബി ആസ് ഫോർ എക്സാമിനേഷൻ, അല്ലേ. ദ വേർഡ് ധ്വനി ഈസ് ഫസ്റ്റ്ലി യൂസ്ഡ് ഇൻ അഥർവ വേദ. ദെൻ ഫൗണ്ടർ ഓഫ് ധ്വനി തിയറി അനന്തവർത്തന. ദെൻ ദ ലിറ്റിൽ മീനിങ് ഓഫ് ദ വേർഡ് ധ്വനി, എന്താ അത്, സൗണ്ട് ഓർ എക്കോ. ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെന്താണ്, വേറെ ഞാൻ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം കാശ്മീരി പോയിട്ടാണ്, അതൊന്നും ചോദിക്കില്ല എന്നാണ് ഒരു വിശ്വാസം. എന്നാലും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വയ്ക്കുക. എന്താണ് 9th സെഞ്ച്വറിയിൽ ആണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ദെൻ വാട്ട് എൽസ്, വേറെ എന്താണ്, ധ്വനി ഈസ് ബേസിക്കലി എന്താണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ വ്യംഗ്യാർത്ഥ. വ്യംഗ്യാർത്ഥ അല്ലെങ്കിൽ എന്താണ്, വാക്യാർത്ഥ അല്ല, വ്യംഗ്യാർത്ഥ ബേസ് ചെയ്തിട്ടുള്ളതാണ് ധ്വനി എന്ന് പറയുന്നത്. ധ്വനി ഓൺ ദ അതർ ഹാൻഡ് വി ക്യാൻ കോൾഡ് ഇറ്റ് ആസ് വ്യംഗ്യാർത്ഥ. വ്യംഗ്യാർത്ഥ എന്ന് വിളിക്കാം ധ്വനി. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. പിന്നെന്താ ഞാൻ പറഞ്ഞേ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയേ ഉള്ളൂ. ധ്വനി ഈസ് ഓൾസോ കോൾഡ് വ്യംഗ്യാർത്ഥ, അതൊക്കെ പറഞ്ഞല്ലോ. ഇറ്റ്സ് പ്രൈമർലി എ സെമാൻറ്റിക് തിയറി. ഒരു ധ്വനി എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൈമർലി എ സെമാൻറ്റിക് തിയറി, ബേസ്ഡ് ഓൺ മീനിങ്. മീനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ത് മീനിങ് ആണ് ഇവിടെ? ഹിഡൻ മീനിങ്, ഇൻഡയറക്റ്റ് മീനിങ്, ഓർ സജസ്റ്റഡ് മീനിങ്. ഓക്കെ, ദെൻ a composition where suggested sense predominates is called dhvani. A composition where suggested sense predominates is called dhvani. Okay, then the three aspects of dhvani. Okay, then we are going to deal with the three aspects of dhvani. Abhida, Lakshana, Vyanjana. Abhida, Lakshana, Vyanjana. What are they? Abhida, Lakshana, Vyanjana. These are the three aspects of dhvani. Then first one is Abhida, the power of words which conveys the conventional meaning or literal meaning of the expression. Okay, Abhida means the conventional meaning or the literal meaning of the expression. That is Abhida, conventional or the literal meaning of the word. Then Lakshana. Lakshana is the external characteristics of the expression which are indicative of something deeper. External characteristics that leads to something deeper. First, Abhida means അത് സർഫസ് മീനിങ് ആണ്, ലിറ്ററൽ മീനിങ് ആണ് വരുന്നത്. ആ ലിറ്ററൽ മീനിങ്ങിൽ നിന്ന് നമ്മൾ എന്താണ്, ഒരു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പോകും. ആ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും, നമുക്കൊരു ഡീപ്പർ മീനിങ് തരും. Okay, that is Lakshana. Abhida means the surface meaning, literal meaning. Lakshana, Abhida that leads to Lakshana. Abhida എന്ന് പറയുന്നത് ലക്ഷണ അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് നമ്മൾ നയിക്കും. അപ്പോൾ ആ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഗീവ്സ് എ ഡീപ്പർ മീനിങ്, ഒരു ഇന്നർ മീനിങ് നമുക്ക് തരും. Okay, that is what is Lakshana. Then the power of words which conveys literal meaning or conventional meaning, that is what is Abhida. Then Lakshana means the external characteristics that
gives a deeper meaning. Okay. Then Vyanjana, the third aspect. Vyanjana means what is suggested or hinted, the inner meaning. That is what Vyanjana. The external characteristics that leads to Vyanjana is what? Lakshana. മനസ്സിലായോ? അഭിത ലക്ഷണ വ്യഞ്ജനം അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ ദ ഡോവർ ബീച്ച്, where he says about the sea and its types. അല്ല, സീ ആ ഒരു സീ ഷോറിൽ ഇരുന്നിട്ട് അതിന് അദ്ദേഹത്തിൻ്റെ എന്താണ് പാർട്ട്ണറിനോട് പറയുന്നതായിട്ടാണ് എന്താണ് പോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ലിറ്ററൽ മീനിങ് നോക്കുമ്പോഴത്തേക്കും എന്താണ്, ഹി ഡിസ്ക്രൈബ്സ് ദ സീ, ആ സീ അതിൻ്റെ ടൈറ്റ്സ് അല്ലേ, ടൈറ്റ്സ് അല്ല എന്താ പറയുക, അതിൻ്റെ വേവ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താണ് ലിറ്ററൽ മീനിങ് നമുക്ക് കിട്ടും. ദെൻ വാട്ട് ദ മീനിങ് ഹിഡൻ ദയർ, എന്താണ് അവിടെ ആ ഒരു എന്താണ് അവിടെ ഒരു കോണ്ടെക്സ്റ്റൽ മീനിങ് ഉണ്ടല്ലോ, ആ കോണ്ടെക്സ്റ്റൽ ഒരു സെക്കൻഡറി മീനിങ് ആണ് എന്താ പറയുന്നത് ലക്ഷണ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ദാറ്റ് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് പോം ദാറ്റ് ലീഡ്സ് ടു എ മീനിങ്, ആ കിട്ടുന്ന മീനിങ്ങിനെയാണ് എന്ത് പറയുന്നത് വ്യഞ്ജന എന്ന് പറയുന്നത്. അപ്പോൾ വി നീഡ് ദാറ്റ് ടാലൻറ്റ്, ഒരു പ്രതിഭ എന്ന് പറയും. വി നീഡ് പ്രതിഭ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വ്യഞ്ജന, ഒരു ധ്വനി, വിജ്ഞാന ധ്വനി എന്ന് തന്നെ അങ്ങ് പറയാം നമുക്ക്. ആ ഒരു ഇന്ന മീനിങ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു പ്രതിഭ ആവശ്യമാണ്. സോ എന്താണ് ആ ഒരു വ്യഞ്ജന എന്ന് പറയുന്നത്? ലാക്ക് ഓഫ് ഫെയ്ത്ത്, ലാക്ക് ഓഫ് ഫെയ്ത്ത്, എസ്പെഷ്യലി ഹി സീസ് അബൌട്ട് ക്രിസ്ത്യാനിറ്റി, അവരുടെ ലാക്ക് ഓഫ് ഫെയ്ത്ത് അതിനെക്കുറിച്ചാണ്. അല്ലെങ്കിൽ എന്താണ് ആ മെൻറ്റാലിറ്റി ഓഫ് എന്താണ് പീപ്പിൾ ഡ്യൂറിങ് ദാറ്റ് ടൈം ആൻഡ് ദെയർ ലാക്ക് ഓഫ് ഫെയ്ത്ത്, അതിനെക്കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ധ്വനി എന്ന് പറയുന്നത്. ദാറ്റ് ലീഡ്സ് ടു ദാറ്റ് ദ കോൺസെപ്റ്റ്, എന്താണ് ലാക്ക് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടാണ് അത് ലിങ്ക് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ഒരു ഇന്നർ മീനിങ് എന്നത്. ഡയറക്റ്റ് വായിക്കുമ്പോഴത്തേക്ക് അത് എന്താണ് സി എങ്ങനെയാണെന്നൊക്കെ പറയുന്നെങ്കിലും എന്താണ് ആ ഒരു ഹിഡൻ മീനിങ് എന്താണ് അവിടുത്തെ അന്ന് ആ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ആ ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് അവർ അകന്നകന്ന് പോവുകയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടെ പറയാം. അഭിത എന്ന് പറയുന്നത് ലിറ്ററൽ ഓർ പ്രൈമറി മീനിങ് എന്ന് പറയാം. ദെൻ ലക്ഷണ എന്ന് പറയുന്നത് സെക്കൻഡറി ഓർ കോണ്ടെക്സ്റ്റുവൽ മീനിങ് എന്ന് പറയാം. ദെൻ വാട്ട് ഇസ് വ്യഞ്ജന? വ്യഞ്ജന മീൻസ് ദ ഹിൻഡഡ് വൺ, ദ സജസ്റ്റഡ് മീനിങ്. അതാണ് എന്ത് പറയുന്നത് വ്യഞ്ജന എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടൈഗർ എന്ന് പറയുന്ന പോലെ എടുക്കാം. അവിടെ എന്താണ് ഫെറോഷ്യസ് ടൈഗറിനാണ്, ആ ഫെറോഷ്യസ് ടൈഗറിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ദാറ്റ് ലീഡ്സ് ടു ആൻ ഐഡിയ ദാറ്റ് എന്താണ് ഹൗ ടെറിബ്ലി ഗോഡ് ക്രിയേറ്റ് സച്ച് തിങ്, അല്ലെ ദൈവത്തിൻ്റെ ആ ഒരു ക്രിയേഷൻ, അത് ആ ഒരു ഫെറോഷ്യസ് ക്രിയേഷനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ. ഒരു ഫെറോഷ്യസ് ക്രിയേഷനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഗോഡിൻ്റെ ക്രിയേറ്റിവിറ്റി അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു മാസ്മരികത എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ഇത്രയും ഫെറോഷ്യസ് ആയിട്ടുള്ള ടൈഗറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ ആ ഡിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഗോഡിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് പറയുന്നത് അവിടെ പറയുന്നത്. അതാണ് അവിടെ ഹിൻഡ് ചെയ്യുന്ന മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രകൃതിയിൽ തന്നെ ഇത്രയും ഒരു ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു ജീവി എങ്ങനെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തു അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി അവിടെയാണത് പറയുന്നത്. അതാണ് അവിടുത്തെ ഹിഡൻ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, മനസ്സിലായെന്ന് തോന്നുന്നു. We can say that ധ്വനി that leads to രസാനുഭൂതി. അപ്പം ധ്വനിയാണ് നമുക്കൊരു രസാനുഭൂതി തരുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്നർ മീനിങ് നമ്മൾ മനസ്സിലായാലല്ലേ നമുക്ക് ആ പോയം അല്ലെങ്കിൽ ആ ഒരു വർക്ക് ആ ഒരു പോയം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാലല്ലേ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ നമുക്കൊരു എസ്തെറ്റിക് പ്ലഷർ കിട്ടത്തുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ധ്വനി ദാറ്റ് ലീഡ്സ് ടു രസാനുഭൂതി, ധ്വനി ദാറ്റ് ലീഡ്സ് ടു രസാനുഭൂതി, ധ്വനി ദാറ്റ് ലീഡ്സ് ടു രസാനുഭൂതി. ക്ലിയർ ആയല്ലോ? ദെൻ ധ്വന്യലോക, the work of Anantavartana, which discusses about ധ്വനി theory. Then it's divided into 4 chapters. Okay, ധ്വന്യലോക was divided into 4 chapters, which are called Udyodas. The chapters
are called Udyodas. Chapters in Udyodas എന്ന് പറയുന്നത്. അപ്പം there are 4 Udyodas in Dhwaniloka. Dhwanilokയിൽ 4 Udyodas ഉണ്ട്. Then the criticism brought by Abhinavagupta based on the criticism of Dhwaniloka written by Abhinavagupta. The criticism of Dhwaniloka written by Abhinavagupta is Lochana. Lochana is a critical work written by whom? Abhinavagupta. Based on which work? ഏത് വർക്കിൻ്റെ ക്രിറ്റിസിസം ആണത്, അല്ലെങ്കിൽ ഏത് വർക്കിനെ ബേസ് ചെയ്ത് എഴുതിയ ക്രിറ്റിസിസം ആണത്? ബേസ്ഡ് ഓൺ ധ്വനിലോക. ക്രിറ്റിസിസം ഓഫ് ധ്വനിലോക റിട്ടൺ ബൈ അഭിനവഗുപ്ത. ലോചന. ലോചന. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. Then other part, and this Dhwani theory is based on the concept Sphoda or Sphoda theory. Dhwani theory is based on the concept Sphoda. It's a grammatical theory. അതായത് സൗണ്ട് വിച്ച് എക്കോസ് ഗിവ്സ് ദ മീനിങ് ഉള്ള ഇതാണ് സ്പോഡയിൽ പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ധ്വനി തിയറി ഈസ് ബേസ്ഡ് ഓൺ the concept of Sphoda or Sphoda theories, or Dhwani theory is derived from Sphoda theory or the concept of Sphoda. Clear ayallo? Anandavartana considered Dhwani as the soul of poetry. He says Dhwani is the soul of poetry. Anandavartana considered Dhwani as the soul of poetry. Then Dhwani kavyas are of 3 kinds. There are 3 kinds of Dhwani kavyas. Dhwani kavyas are of 3 kinds. Dhwani kavya. There are 3 kinds. Uttam kavya, Gunibhuda kavya, then Chitra kavya. Uttam kavya, Gunibhuda kavya, Chitra kavya. Uttam kavya, Gunibhuda kavya, Chitra kavya. Uttam kavya means the kavya which gives more importance to Vainyartha or indirect meaning or suggested meaning. Okay. Here Dhwani is more important. Uttam kavya means it gives importance to indirect meaning or hidden meaning or suggested meaning or indirect meaning. Okay. Then Gunibhuda kavya. Gunibhuda kavya means here they give importance to in direct meaning or literal meaning. Here Vakyartha is important. Vakyartha is important in Gunibhuda kavya. Vakyartha is important in Gunibhuda kavya. Okay, next Chitra kavya. Chitra kavya gives importance to drawings. 3 kinds of Dhwani kavyas. These are 3 kinds of Dhwani kavyas. Uttam kavya, Gunibhuda kavya, then what else? Chitra kavya. Okay. Say that rasa is the effect of suggestion or rasa is the effect of Dhwani. Rasa is the product of Dhwani. Rasa is the effect of Dhwani. Rasa is the effect of suggestion. According to Anandavartana, there are 3 main types of implicit sense or Dhwani. There are 3 kinds of Dhwani. ഏതൊക്കെയാണ്? വാസ്തു ധ്വനി. വാസ്തു ധ്വനി മീൻസ് സം ഐഡിയ ഓർ സെൻസ് ഇസ് ഇംപ്ലൈഡ്. ഒരു ഐഡിയയോ സെൻസോ ആണ് അവിടെ ഇംപ്ലൈഡ് ആയിട്ടുള്ളത്. അതാണ് എന്താ പറയുന്നത്? വാസ്തു ധ്വനി മീൻസ് റെയർ ഫാക്ട് ഓർ ഐഡിയ ഇസ് ഇംപ്ലൈഡ് ദർ. അവിടെ ഇംപ്ലൈ ചെയ്തിരിക്കുന്ന റെയർ ഫാക്റ്റോ ഐഡിയോ ആയിരിക്കും. അതാണ് എന്താ പറയുന്നത്? വാസ്തു ധ്വനി. നെക്സ്റ്റ് വൺ ഇസ് അലങ്കാര ധ്വനി. Here a figure of speech or alankara is implied. Or alankara figure of speech ആയിരിക്കും അവിടെ ഇംപ്ലൈഡ് ആയിട്ടുള്ള സെൻസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് രസധ്വനി. ഹിയർ ധ്വനി evoked rasa. Dhwani that leads to rasa, that is rasadhwani. Dhwani that leads to rasa is rasadhwani.
dhvani, which leads to rasa as rasadhvani. If we consider the different interpretations of Dhvani theory, first of all, we need to consider the concept, the idea derived by Abhinava Gupta regarding Dhvani theory. According to him, he considered Dhvani in two different ways. He considered Dhvani in two different ways. He considers Dhvani in two different ways. Dhvani iti dhvani, dhvani iti dhvani, and dhunyada iti dhvani, dhunyada iti dhvani. Dhvani iti dhvani means that which sounds or implies is dhvani. That which sounds or implies is dhvani. Dhvani iti dhvani means that which sounds or implies is dhvani. And dhunyada iti dhvani, dhunyada iti dhvani means then what is suggested or what is implied or what is sounded, that is dhunyada iti dhvani. What is suggested or implied is dhunyada iti dhvani. Dhvani iti dhvani means what suggests, what implies or what sounds, that is dhvani iti dhvani. Then next person, if we consider Mamata Acharya or Mamata, he says that rasa is more important than dhvani. He argued that rasa is more important than dhvani. Rasa ആണ് important, dhvani അല്ല എന്ന് ആര് പറഞ്ഞു? മമത പറഞ്ഞു. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരാ പറഞ്ഞ അനന്തവർത്തന, ദ ഫൗണ്ടർ ഓഫ് ധ്വനി തിയറി, അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ സോൾ ഓഫ് പോയട്രി എന്ന് പറയുന്ന ധ്വനിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞില്ലേ. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, ഹി ആർഗ്യൂഡ് ദാറ്റ്, ആരാ പറഞ്ഞത്? മമത പറയുന്നത് എന്താണ്? രസ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദാറ്റ് ഓഫ് ധ്വനി. ധ്വനിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ഏതാണ്? രസ എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ക്രിട്ടിക് എന്ന് പറയുന്നത് മഹിമ ഭട്ട പറയുന്നത് ധ്വനി ഈസ് ജസ്റ്റ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻഫറൻസ് ഓർ അനുമാന, അല്ലെങ്കിൽ ധ്വനി ക്യാൻ ബി കൺസിഡർ ഓൺലി അണ്ടർ അനുമാന ഓർ ഇൻഫറൻസ്. ഇൻഫറൻസിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഇൻഫറൻസിൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത് പറയുന്നത്? ധ്വനി എന്ന് പറയുന്നതെന്നാണ് ആര് പറഞ്ഞത്? അല്ലാതെ ഒരു പ്രത്യേക ധ്വനിയിൽ വരുന്ന അല്ലെങ്കിൽ അനുമാന അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ധ്വനി എന്നാണ് ആര് പറഞ്ഞത്? മഹിമ ഭട്ട. അപ്പം മമതയുടെ ഒരു ക്രിറ്റിസിസം ഓർത്ത് വയ്ക്കുക. എന്താ പറയുന്നത്? രസയാണ് ഇമ്പോർട്ടൻറ്റ്, ധ്വനി ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് രസ എന്നാണ് മമത പറഞ്ഞത്. പിന്നെ മഹിമ ഭട്ട പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓൾ ടൈപ്സ് ഓഫ് ധ്വനി കംസ് അണ്ടർ അനുമാന, കംസ് അണ്ടർ ദ കോൺസെപ്റ്റ് ഓഫ് അനുമാന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനുള്ളിൽ വരുന്നതാണ് ധ്വനി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതാണ് രണ്ട് ക്രിറ്റിസിസം ഓർത്ത് വയ്ക്കുക. പിന്നെ അഭിനവ ഗുപ്ത അതിനെ രണ്ട് ഡിഫറെൻറ്റ് വേസിലാണ് കണ്ടത്. ഒരു ആസ് എ കൺക്ലൂഷൻ we can say dhvani as a suggestive poetry, suggestive word, or a way of suggesting or a suggestive meaning. Dhvani may be a suggestive meaning or a suggestive work or a suggestive word or the way of suggesting. Maybe the way of suggesting. ധ്വനി എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.